വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നത് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പിണറായി വിജയനും വീണ വിജയനും കുരുക്കായി ശശിധരൻ കർത്തായുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയത് എന്നാണ് ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. വീണ CMRLന് സേവനം നൽകിയിട്ടില്ല. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് കർത്ത ഈ മൊഴി നൽകിയിരിക്കുന്നത്. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണയുടെ 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയും ഇപ്പോൾ മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. CMRLന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചായും ED വ്യക്തമാക്കണം. അതായത് കർത്തയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ വെച്ചായിരുന്നു. നവമി, ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണമാണ്. അതായത് വീണ വിജയനെ എന്തിന് CMRL അല്ലെങ്കിൽ കർത്തയുടെ കമ്പനി സഹായിക്കണം, അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകണം. അത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നൽകിയ സഹായമാണ്. അതിന് കൃത്യമായ തരത്തിലുള്ള പ്രതിഫലം CMRLന് കിട്ടിയിട്ടുണ്ട് താനും. ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ, അതായത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് പണം നൽകിയത് എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ കർത്ത നൽകിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, ഇത് 2024 ചോദ്യം ചെയ്യലിൽ, അതായത് ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് ശശിധരൻ കർത്ത അന്ന് ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. ആ മൊഴി പിന്നീട് ഇപ്പോഴാണ് ED അത് അഡ്ജൂഡിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. ആ കൈമാറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് പറയുന്നത് വീണ വിജയൻ എക്സാലോജിക്ക് CMRLും തമ്മിൽ യാതൊരുവിധ സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല. അതായത് ഈ സേവനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം വീണയ്ക്ക് വീണ CMRLന്റെ സേവനം നടത്തിയിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒപ്പം വീണയും ഇത് സമ്മതിച്ചതായാണ് ED പറയുന്നത്. അതായത് CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിച്ചു എന്നാണ് ED ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ശശിധരൻ കർത്ത മറ്റൊരു കാര്യം കൂടി പറയുന്നു. പിന്നെ എന്തിനാണ് വീണയ്ക്ക് ഇത്രയും രൂപയുടെ സാമ്പത്തിക ഇടപാട് നിങ്ങളുടെ 2 കമ്പനികളും തമ്മിൽ നടത്തിയതെന്ന ചോദ്യത്തിന് ശശിധരൻ കർത്ത നൽകിയ മറുപടി, പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് മകൾക്ക് ഇത്തരത്തിലൊരു മകളുമായി ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്നൊരു മൊഴി കൂടിയാണ് ശശിധരൻ കർത്ത EDക്ക് മുൻപാകെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കണ്ടുകെട്ടൽ നടപടിക്ക് മുന്നോടിയായി ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം വീണയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചതെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് സ്വന്തം പേരിലും കമ്പനിയുടെ പേരിലും നിക്ഷേപിച്ച പണത്തെ കൂടാതെ വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയും മരവിപ്പിച്ചു. ഒപ്പം വീണയുടെ ലോക്കറിൽ ഉണ്ടായിരുന്ന പണത്തിനോടൊപ്പം തന്നെ വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത്, ഇത് രണ്ടും കൂടി ചേർത്താണ് 1.37 ലക്ഷം രൂപ. അങ്ങനെയാണ് മൊത്തം 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചത്. അതായത് വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷവും വീണയുടെ ലോക്കറിലും അക്കൗണ്ടിലും ഉണ്ടായിരുന്ന 1.37 ലക്ഷം, അങ്ങനെ വീണയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുള്ള 27,585 കോടിയും മരവിപ്പിച്ചു. ശശിധരൻ കർത്തയുടെയും കുടുംബത്തിന്റെയും കുടുംബാംഗങ്ങളുടേതായിട്ടുള്ള 26 കോടി മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ 12 പ്രതികളുടെ 29 കോടിയും മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇനി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി ഇതിന്റെ വിശദീകരണം, ഈ പ്രതികളോട് ഇതിന്റെ നോട്ടീസ് അയച്ചതിന്റെ വിശദീകരണം തേടും. ആ വിശദീകരണത്തിനൊടുവിലായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. എന്തായാലും തുടക്കം മുതൽ തന്നെയുള്ള ആശങ്ക, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ അറിയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ തുടക്കം മുതൽ എന്തിനാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയത്, വീണയുടെ കമ്പനിയുമായി എന്ത് തരത്തിലുള്ള സേവനമാണ് വീണയുടെ കമ്പനി നൽകിയെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും ഈ ശശിധരൻ കർത്ത 2024 നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വീണ വിജയന്റെ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. വീണ ടീയും ആ മൊഴി തന്നെയാണ് EDക്ക് മുന്നിൽ ആവർത്തിച്ചത്. ശശിധരൻ കർത്തയുടെ കമ്പനിയുമായി
യാതൊരു വിധത്തിലുള്ള സേവനവും നടത്തിയിട്ടില്ല, അല്ലാതെ കൈപ്പറ്റിയ പണമാണെന്ന് അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഇ ഡി ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുണ്ട് നവമി, മരവിപ്പിച്ച സ്വത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന വിവരം വെച്ചിട്ട് പിണറായിയിലെ അടക്കം വസ്തുക്കൾ, വീണയുടെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊരു പരിശോധന, വില്ലേജ് ഓഫീസറെ കൂട്ടിയൊരു പരിശോധന ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാഥമികമായി ഈ മരവിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്ക് ഇ ഡി കടക്കുമെന്നും അതുവഴി ഒരുപക്ഷെ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും കരുതണം. എന്തായാലും ഇ ഡി ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിച്ചിട്ടില്ല. നേരത്തെ 2 തവണ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. വീണയിൽ നിന്നും ആവശ്യമായിട്ടുള്ള രേഖകൾ ഇപ്പോഴും ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല. ഈ നടത്തിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഇ ഡി പല ആവർത്തി വീണയോട് ചോദിച്ചെങ്കിൽ പോലും വീണ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാനോ രേഖകൾ ഹാജരാക്കുവാനോ തയ്യാറായില്ല. അത് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കടുത്ത നടപടികളിലേക്ക് പോകാനും തയ്യാറായത്. എന്തായാലും ഈ വീണയുടെ ഈ അക്കൗണ്ടുകളിലെ മരവിപ്പിച്ച തുക കൂടാതെ കൂടുതൽ അക്കൗണ്ടുകളിലേക്കും അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടക്കമുള്ള സാമ്പത്തിക അക്കൗണ്ടുകളിലേക്കും അല്ലെങ്കിൽ വീണ യുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയവരിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും വീണ വിജയനും പിണറായി വിജയനും കുരുക്കാകുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ശശിധരൻ കർത്ത 2024 നൽകിയത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ചോദ്യം ചെയ്യലുകൾ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം ഈ CMRL എക്സാലോജിക് കമ്പനികളുടെ മറ്റ് ഉദ്യോഗസ്ഥർ, അതുമായിട്ടുള്ള ജീവനക്കാർ, ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നടന്നിരുന്നു. അവരൊക്കെ എന്ത് മൊഴിയാണ് നൽകിയിരിക്കുന്നത്? അതും ഏറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും വീണ വിജയന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു മൊഴി, അത് വിശദാംശമായി പരിശോധിക്കുമ്പോൾ ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി അത് പിണറായി വിജയനും വീണ വിജയനും തിരിച്ചടിയായിരിക്കുകയാണ്. വീണ വിജയന്റെ കുരുക്ക് മുറുകുന്ന തരത്തിലുള്ളൊരു മറുപടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മൊഴി തന്നെയാണ് ശശിധരൻ കർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം വീണ വിജയന്റെ ഭർത്താവും MLA കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശശിധരൻ കർത്തയുടെ അങ്ങനെ ഒരു മൊഴിയെക്കുറിച്ച് അറിയില്ല, അന്വേഷണവുമായി സഹകരിക്കും, കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നാണ് അദ്ദേഹവും മറുപടി നൽകിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പുതിയ കണ്ടെത്തലുകൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, അതായത് സേവനം, വീണ CMRL സേവനം നൽകിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ശശിധരൻ കർത്ത മൊഴി നൽകുന്നു. സാമ്പത്തിക ഇടപാട് കേസിൽ ഇപ്പോൾ പിണറായി വിജയനും വീണ വിജയനും കുരുക്ക് മുറുകുകയാണ്. പിണറായിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പിണറായിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് കരാർ നൽകിയത് എന്നാണ് ഇപ്പോൾ ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നവമി, ഇതുവരെ പിണറായി വിജയനെ ഈ വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ല. പിണറായിയുടെ വീട്ടിൽ വെച്ച് വീണ വിജയനെ ചോദ്യം ചെയ്തിരുന്നു, വീണയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ കർത്തായുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഈ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് വളരെ കൃത്യമായി തന്നെ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തും എന്നുള്ള ഈ ഹർജിക്കാരൻ കൂടിയായ ഷോൺ ജോർജിന്റെ പരാമർശമുണ്ട് പലപ്പോഴും. ഇതിൽ ഈ മൊഴി വെച്ച് ഇനി പിണറായി വിജയനിലേക്കും ചോദ്യം ചെയ്യൽ എത്തും എന്ന് കരുതണോ? രഞ്ജിത്ത്, ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ആവശ്യം ശശിധരൻ കർത്തയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റെന്തെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ആവശ്യം അംഗീകരിച്ചത്, ശശിധരൻ കർത്ത അംഗീകരിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത്? അക്കാര്യങ്ങളിലൊക്കെ ഇ ഡി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, നമുക്കറിയില്ല. എന്നാലും ഇ ഡി ഉദ്യോഗസ്ഥർ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യലുകളിലേക്കും മൊഴിയെടുക്കലിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. നിലവിൽ ശശിധരൻ കർത്ത നൽകിയ മൊഴി അനുസരിച്ച് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണ വിജയന് ഈ ഇത്രയും തുക കൈമാറിയതെന്നാണ്. താൻ സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇനി അറിയേണ്ടത് വീണ വിജയനെയും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമോ എന്നതാണ്. കാരണം പിണറായി വിജയനാണ്
ശശിധരൻ കർത്തയ്ക്ക് വീണ വിജയനെ മകൾ വീണ വിജയന്റെ കമ്പനിക്ക് ഇത്തരത്തിലുള്ള സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സൗഹൃദത്തിന്റെ പേരിലാണ്. അങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സഹായം ശശിധരൻ കർത്ത നൽകണമെങ്കിൽ അതിന് ശശിധരൻ കർത്തയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തിനായിരിക്കും അങ്ങനെ മകളെ അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട്. അതെന്തായാലും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലാണ്. ഇ ഡി അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വന്നിരിക്കുന്ന മൊഴി 2024, അതായത് ആദ്യഘട്ടത്തിൽ ഇ ഡി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്ന് നടത്തിയ അന്വേഷണത്തിൽ ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ച മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ ചോദ്യം ചെയ്യൽ നടത്തിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ആ വിശദാംശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി ശരി നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുഹമ്മദ് റിയാസ് മുൻമന്ത്രിയാണ്, വീണ വിജയന്റെ ഭർത്താവാണ്. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരുന്നു. വാക്കുകളിലേക്ക്. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. അത് നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പോലീസിന്